സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ് നാം ഇന്ന് മുതൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 5-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യർ 5:1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ആകയാൽ എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച്, ആകയാൽ അതുപോലെ, അതുകൊണ്ട്, എന്താ മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ്? നമ്മൾ കുറച്ച് ദിവസമായി, അതുകൊണ്ട് എല്ലാവരും മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. 1, 2, 3 അധ്യായങ്ങളെ നാം ക്രിസ്തുവിൽ ആരാണ് എന്ന് പഠിച്ചു. നമ്മുടെ പൊസിഷൻ എന്താണെന്ന് പഠിച്ചു. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. അവിടെ നിന്ന് പക്ഷേ ആ അവസ്ഥയിലേക്ക് നമ്മളെ, ആ പൊസിഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എവിടെ നിന്നാണെന്നാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. അതെവിടെ നിന്നായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു ജീവിതമായിരുന്നു. ദുർഗന്ധം വമിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് എവിടെയാ കൊണ്ടിരുത്തിയത്? സ്വർഗത്തിൽ കൊണ്ടിരുത്തിയിട്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ നിറച്ചു. അപ്പം നമ്മളുടെ ആ പൊസിഷൻ അനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയും ആയിരിക്കണം എന്നതാണ് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ പൊസിഷൻ എവിടെയാണ് കൊണ്ടിരുത്തി, എവിടെ നിന്ന് വിളിച്ച് എവിടെയൊക്കെ കൊണ്ടിരുത്തി എന്ന് പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? അവിടെ നമുക്ക് വേണ്ടി വലിയൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി വലിയൊരു പ്രാർത്ഥന പൗലോസ് കഴിക്കുന്നത് 1-ാം അധ്യായത്തിലുമുണ്ട്, 3-ാം അധ്യായത്തിലുമുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ എല്ലാം പഠിച്ചു, നമ്മുടെ അവസ്ഥയൊക്കെ പഠിച്ചെങ്കിലും ആ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ എപ്പോഴും ആയിരുന്ന് ഒരു പ്രാർത്ഥനയുടെ അനുഭവം നമ്മൾ ഉണ്ടായിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളൊരു അകത്ത മനുഷ്യൻ രൂപപ്പെട്ടു. ആ അകത്ത മനുഷ്യൻ ബലപ്പെടണം. എവിടെ വരെയായിത്തീരണം? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളമായിത്തീരുന്ന ഒരവസ്ഥയിലാകാൻ വേണ്ടി പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവസാനം 3-ാമത്തെ അധ്യായം പൗലോസ് പറഞ്ഞു തീർക്കുന്നതിൻ്റെ, എന്നാൽ നനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും അധികം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെന്ന്. അങ്ങനെ പറയുമ്പോൾ നമ്മെ വെറുതെ ഒരു സൃഷ്ടിയാക്കി തീർത്തതല്ല, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന് നമ്മെ നിറച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ നമ്മെ നിറച്ചിരിക്കുന്നു. അപ്പം നമ്മെ നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും നാം അതിൻ്റെ പാരമ്യത്തിലായി തീർന്നില്ല. ഒരു നടപ്പിൻ്റെ തുടക്കമാണ്, ഒരു പ്രവൃത്തിയുടെ ആരംഭമാണ്. ആ ആരംഭം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അത് എവിടെ വരെ ആയിത്തീരണം? ദൈവത്തിൻ്റെ നിറവിനോളമായിത്തീരുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം. അങ്ങനെ ആകണമെങ്കിൽ നമ്മളുടെ ഈ ലോകത്തിലെ നടപ്പും പ്രവൃത്തിയും അതുപോലെ എങ്ങനെയായിരിക്കണമെന്ന് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, ആകയാൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ പൊസിഷൻ അനുസരിച്ച് നമ്മളുടെ റെപ്രസെൻറ്റേഷനും ഈ ലോകത്തിൽ ആയിരിക്കണം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. 4:32 എന്നാ പറഞ്ഞത്? ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിക്കണം. 4-ാം അധ്യായം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു. 4-ാം അധ്യായ അവസാന വാക്യങ്ങളിലൊക്കെ പറഞ്ഞു, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ചില കൃപാവരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ആത്മീക വർധന പ്രാപിക്കണം, സഭ എങ്ങനെയായിരിക്കണം, അതിനുവേണ്ടി സഭയിൽ
ആത്മീക ശുശ്രൂഷകരെ ആക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ശുശ്രൂഷകളാലെല്ലാം നാം ക്രിസ്തുവിൽ വളർന്നു വന്നിട്ട് ക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിൽ നടക്കുന്നവരായിരിക്കണം. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചത് അവിടെ തുടങ്ങുന്നതിനെ ഫോഷ്കു പറയരുതേ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിക്കണം. അപ്പം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൽ നാം ദൈവത്തെ അനുകരിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നാം ദൈവത്തെ അനുഗ്രഹിക്കണം. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും ദൈവത്തെ അനുകരിക്കണം. ആ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ അനുകരിക്കണമെന്നാണ്. ആകയാൽ പ്രിയ മക്കളെന്ന പോലെ അനുകരിക്കണം. അവിടെ ഇംഗ്ലീഷ് പറയുന്നത് ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തെ നാം നമ്മുടെ മാതൃകയാക്കുക, നമ്മുടെ മോഡലാക്കുക. നമുക്ക് ഈ ലോകത്തിലെ മറ്റൊരു മനുഷ്യനെയും കമ്പയർ ചെയ്യുവാൻ, നമ്മെ തന്നെ കമ്പയർ ചെയ്യുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കൊരിന്ത്യ സഭകളിലൊക്കെ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഇപ്പം ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുകയല്ല, ചിലർ തങ്ങളെ തന്നെ തങ്ങളോട് ഉപമിക്കുകയും തങ്ങളെ തന്നെ തങ്ങളാൽ അളക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. നമ്മളൊന്നും അങ്ങനെയല്ല. നമ്മുടെ അളവുതോൽ ക്രിസ്തുവായിരിക്കണം. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അളവുകൾ ക്രിസ്തുവാണ്. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് യോഗ്യമായി നടക്കണം. ഒന്ന് വായിച്ചു പോകാം. 1 പത്രോസ് 1:15-16 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ച വിശുദ്ധന് യോഗ്യമാം വണ്ണം, വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. എല്ലാ നടപ്പിലും എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടതായി. ഒരു നടപ്പിൽ മാത്രമല്ല, എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. എന്നിട്ട് 16-ാമത്തെ വാക്യം എന്നാ പറയുന്നത്? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പഴയ നിയമത്തിലെ ഉദ്ധരണി അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശുദ്ധനാകയാൽ. പഴയ നിയമം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് ഞാൻ വിശുദ്ധനാകുന്നു, നിങ്ങളുടെ ഇടയിൽ അശുദ്ധിയൊന്നും കാരണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധൻ. എത്രയോ പ്രാവശ്യങ്ങൾ എന്നെ പറഞ്ഞേ പോകുന്നു. നമുക്കത് വായിച്ചു വിടാനല്ല, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാണ്. അപ്പം ഇവിടെ എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഇവിടെ ദൈവത്തെ അനുകരിക്കുക എന്നാണ് പറയുന്നത്. നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കും, ദൈവത്തെ ആരാധിക്കും, ദൈവത്തെക്കുറിച്ച് പഠിക്കും, സ്തോത്രം ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ അതിലധികമായി ഇതെല്ലാം വേണം. പക്ഷെ നാം അതിലധികമായി ദൈവത്തെ അനുകരിക്കുന്നവരായിരിക്കണം, അല്ലേ? ആ ദൈവത്തെ, ഞാൻ പറഞ്ഞു, ദൈവത്തെ അനുകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവെന്ന തലയോളമായി തീരണമെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്, വചന പഠനം ആവശ്യമാണ്. എഫേസ്യർ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ പ്രാർത്ഥന 3:16-19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞിരിക്കുന്നത് അവരുടെ അകത്ത് മനുഷ്യൻ ബലപ്പെടണം. എന്നാൽ മാത്രമേ ക്രിസ്തുവിനോളം നമുക്കല്ലേ ദൈവത്തിൻ്റെ മാതൃക നമുക്ക് പിന്തുടരാനായിട്ട് കഴിയുകയുള്ളൂ. 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ ബലത്തോടെ വരണം, നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവെന്നൊക്കെ പറയുന്നുണ്ടല്ലേ അവിടെ. അപ്പം 3:16-19 മാത്രം ഒന്ന് വായിച്ചു പോകാം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളകത്ത മനുഷ്യൻ. നാം നമ്മുടെ ആത്മാവിനാൽ അല്ല ബലപ്പെടുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. അതിനുവേണ്ടി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എന്നിട്ട് 19-ാമത്തെ വാക്യം പറയുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം അകത്ത മനുഷ്യൻ ബലപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വന്നാൽ മാത്രമേ
ദൈവത്തെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം നമ്മൾ പറയുമല്ലോ, ആം, ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലോ വായ് പ്രസ്താവിക്കുന്നതാണ്, അല്ലേ? അപ്പൊ അകത്ത് ക്രിസ്തു നിറഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്വഭാവം പുറമേ പ്രകടമാകുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ നിന്നൊക്കെ പഠിച്ചു, ക്രിസ്തു നമ്മൾ, നാലാമത്തെ അധ്യായത്തിലും പഠിച്ചു, ക്രിസ്തു നമ്മൾ നിറയണം, നമ്മൾ ക്രിസ്തു മാത്രമായിരിക്കണം. ഇപ്പൊ പുതിയ സൃഷ്ടിയാകുമ്പോൾ ഉടനെ ക്രിസ്തു നിറയുമോ? ഇല്ല. അവിടെ തുടക്കം മാത്രമേ ഉള്ളൂ. നിറയണമെങ്കിൽ താഴെയൊക്കെ പറഞ്ഞിരിക്കേണ്ട ചീത്തത്തരം പൊട്ടച്ചൽ കഴിവാക്കി എല്ലാം ഒഴിവാക്കണം. പലതും 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 നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് ഇപ്പം നിറഞ്ഞിരിക്കുന്നത്? കുറച്ചൊക്കെ ദൈവവചനം അവിടെ ഉണ്ട്, കുറച്ചൊക്കെ ദൈവീയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ബാക്കി സ്ഥലങ്ങളിലെല്ലാം വീട്ടുകാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ, പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ആ കാര്യങ്ങളും ഈ കാര്യങ്ങളും മറ്റതും ഒക്കെ മാറ്റി വെച്ചിട്ട് ഫുൾ നിറയണം. അപ്പം നിറഞ്ഞാൽ മാത്രമേ, അപ്പം നിറയണമെങ്കിൽ എന്നാ വേണ്ടത്? ഇത് ക്രിസ്തു നിറയണമെങ്കിൽ ക്രിസ്തുവിന് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ട്. ഈ വചനം കുത്തി നിറയ്ക്കണം നമ്മുടെ ഹൃദയത്തില്. അത് നിറയുകയല്ല ചെയ്യുന്നത്, നാം നിറയ്ക്കുക ചെയ്യുന്നത്. ആ വചനത്തിൽ ജാഗരിക്കണം, വചനം പഠിക്കണം, വചനം കൊണ്ട് നിറയ്ക്കണം. അപ്പം ഹൃദയം നിറഞ്ഞ് കവിയുന്നത് ആ വായി പ്രസ്താവിക്കുന്നത്. അപ്പം ജീവിതത്തിലും അത് ആയിത്തീരും. നമുക്ക് ക്രിസ്തുവിനെ അനുകരിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമൊന്നുമല്ല, അങ്ങനെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലൊന്നും. പക്ഷേ ഹൃദയത്തിൽ അത് നിറഞ്ഞു കഴിയുമ്പോൾ അത് പുറത്ത് വരും. അതങ്ങനെ ഇപ്പം നമ്മൾക്കറിയാം, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, നമ്മൾ എത്ര വിശുദ്ധരാന്ന് പറഞ്ഞാലും, എത്ര വിശുദ്ധമായി നടക്കാൻ ഇതെന്ന് പറഞ്ഞാലും, വേറൊരു കൂട്ടത്തിൽ നമ്മൾ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വായിൽ ആ ഭാഷ വന്നു പോകും, അല്ലേ? അതാണ് പ്രാകൃത മനുഷ്യരുടെ, നമ്മൾ ഉണ്ടത് ഇപ്പോഴും. അതാണ് ഈ ലോകം, അതാണ്, അങ്ങനെയാണ് നമ്മൾ ആയിരിക്കുന്നത്. പാപം ചെയ്ത ആ മനുഷ്യനൊന്നും നമുക്ക് ഇങ്ങനെ വന്നേക്കുന്ന, നമ്മളും പാപികളാ. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ അതാണ്, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയണമെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ വചനം കുത്തി നിറച്ചേ ഒക്കത്തുള്ളൂ. കുത്തി നിറയ്ക്കണമെങ്കിൽ അത് നമ്മൾ ശ്രമിച്ചാലേ ഒക്കത്തുള്ളൂ, അല്ലാതെ ആരും കൊണ്ട് അകത്ത് തരത്തില്ല. നമ്മൾ ഇരുന്ന് പഠിക്കണം, ദൈവവചനം പഠിച്ച് ഹൃദയം നിറയ്ക്കണം, ബൈഹാർട്ട് ചെയ്യണം. വെറുതെ വായിച്ചു പോയാൽ ശരിയാകത്തില്ല. കാരണം ഇപ്പം 10 വാക്യം നമ്മൾ വായിച്ചു, ഒരു അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കേ, ഞാൻ എന്താ ഈ മേളിൽ വായിച്ചത്? ചിലപ്പോൾ നമ്മളെല്ലാവരും, എൻ്റെ അനുഭവമാണ്, എന്താ മേളിൽ എന്താ വായിച്ചതെന്ന് ഒന്നുകൂടെ നോക്കും, അല്ലേ? കാരണം മറന്നു പോവും. അത് എന്തുവാ, നമ്മൾ പല ചിന്തകളാൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം, അതിനെ നിറയ്ക്കണം നമ്മുടെ ഹൃദയത്തിൽ. എന്നാൽ മാത്രമേ ക്രിസ്തു, അല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഇടയാകത്തുള്ളൂ. ക്രിസ്തു ആയിരിക്കണം ഹൃദയത്തിൽ മുഴുവൻ. അപ്പം ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. അപ്പൊ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ദൈവം എങ്ങനെയാണെന്നറിയണം, ദൈവം ആരാണെന്നറിയാം, ദൈവത്തിൻ്റെ ആ സ്വഭാവം എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ദൈവത്തെ നമുക്ക് അനുകരിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവവും നമ്മൾ പറയും, പക്ഷെ ആ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്? ദൈവത്തെ നാം രുചിച്ചറിയുക, അനുഭവിച്ചറിയുക, വചനത്തിലൂടെ അറിയുക. അങ്ങനെ അറിയുന്ന ദൈവത്തെ മാത്രമേ നമുക്ക് അനുകരിക്കാനൊക്കത്തുള്ളൂ. നമുക്ക് വെറുതെ ഈ മോണോ ആക്ട് കാണിക്കുന്നത് പോലോ അല്ലെങ്കിൽ ഡ്രാമ കാണിക്കുന്നത് പോലോ അനുകരിക്കുന്ന ഒരു കാര്യമല്ല, പുറമേ അനുകരിക്കുന്ന ഒരു കാര്യമല്ല ദൈവത്തെ അനുകരിക്കുക എന്നുള്ളത്. ദൈവത്തെ അനുകരിക്കുക എന്നുള്ളത് നമുക്ക് ദൈവത്തെ കാണാൻ, ദൈവത്തെ നമുക്കൊന്നും വെച്ച് തന്നിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നമുക്കൊരു പ്രതിമയൊന്നും ഇല്ല ദൈവം ആരാണെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി. പക്ഷെ ക്രിസ്തു വന്ന് നമുക്ക് ദൈവത്തെ കാണിച്ചു തന്നു. പക്ഷെ ദൈവത്തെ നാം ഇപ്പോൾ കാണുന്നത്, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം അറിയുന്നത് എവിടെ കൂടെയാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നാം മനസ്സിലാക്കിയ, നാം അനുഭവിച്ചാൽ മാത്രമേ ദൈവത്തെ നമുക്ക് അനുകരിക്കാനായിട്ടൊക്കത്തുള്ളൂ. അപ്പം ദൈവവചനം പഠനത്തിലൂടെ ദൈവത്തെ അനുകരിക്കാനായിട്ട് ഒക്കെയുള്ളൂ. അപ്പം ആ ദൈവം ആരാണെന്ന് നാം
അറിയണം. വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിയണം. അങ്ങനെ ആയാൽ മാത്രമേ ദൈവത്തെ അനുഗ്രഹിക്കൂ. ദൈവ പൈതലിൻ്റെ പ്രഥമമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ അനുകരിക്കുക. നമ്മൾ മത്തായി സുവിശേഷം 5:48 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊന്നും വചനത്തിൽ എഴുതിയിട്ടില്ല. അത് കർത്താവ് പറഞ്ഞ വാക്യമാണ്. പർവ്വത പ്രസംഗത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ട് അവസാനം കൊണ്ട് അവിടെ നിർത്തിയേക്കാണ്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ. അത് നിരന്തരമായി നമ്മിൽ വളർന്നു വരേണ്ട കാര്യമാണ്. ഓക്കെ, ഇവിടെ പറയുന്നു ആകയാൽ പ്രിയ എങ്ങനെയാണ്, ആരെ പോലെയാണ് അനുസരിക്കേണ്ടത് നാം? പ്രിയ മക്കളെ പോലെ. ഈ ലോകത്തിലെ മാതാപിതാക്കൾ മക്കൾ എന്ന അത് കമ്പാരിസൺ ചെയ്ത് പറയുകയാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും മക്കളുള്ളവരാ. അപ്പം പ്രിയ മക്കൾ എങ്ങനെയാ? നമ്മൾ ആരെയാ പ്രിയ മക്കളെന്ന് വിളിക്കുന്നത്? അത് മാതാപിതാക്കൾ പറയുന്നത് അതുപോലെ അനുസരിക്കുന്നവരെ അല്ലേ, അവരാണ് പ്രിയ മക്കള്. അപ്പം ഇവിടെയും അങ്ങനെയാ പറയുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം കണ്ടുപഠിക്കുന്ന ആരെയാ? മാതാപിതാക്കളെ. അവർക്ക് പറഞ്ഞു കൊടുക്കുകയൊന്നും കാര്യമില്ല അല്ലേ. നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം അല്ല, അവർ കണ്ടാ പഠിക്കുന്നത്. അതുപോലെ അനുസരിക്കുന്ന നല്ല പ്രിയ മക്കളെ പോലെ, മാതാപിതാക്കളുടെ പ്രിയരാകുന്ന മക്കളെ പോലെ നിങ്ങളും സ്വർഗീയ പിതാവിനെ അനുസരിപ്പീൻ എന്ന് പറഞ്ഞാൽ അനുസരണമുള്ള മക്കളായി, പ്രിയ മക്കളായി, ദൈവത്തിന് ഏറ്റവും അതിന് തന്നെ നമുക്കറിയാം. കാരണം മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാണ് പ്രിയ മക്കള്. അപ്പം ദൈവത്തിൻ്റെ പ്രിയ മക്കളാരാ? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരെ. വചനം പഠിക്കുന്നവരല്ല, പഠിപ്പിക്കുന്നവരല്ല, കേൾക്കുന്നവരല്ല, അനുസരിക്കുന്നവരെ. നമുക്ക് വേണേൽ പ്രസംഗിക്കാം എങ്ങനെ വേണേലും അല്ലേ, വായിക്കാം എങ്ങനെ വേണേലും, ആരോട് എന്തെങ്കിലും പറയാം എങ്ങനെ വേണേലും, പക്ഷേ അത് അനുസരിച്ചാൽ മാത്രമേ പ്രിയ മക്കൾ ആകെയുള്ളൂ. ഗൂഗിളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് പറയാം, വായിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അത് അനുസരണത്തിൽ വന്നാൽ മാത്രമേ പ്രിയ മക്കൾ ആവുകയുള്ളൂ. അപ്പം ഈ ലോകത്തിലെ ആ പ്രിയ മക്കളായി അനുസരിക്കണമെങ്കിൽ നമുക്കറിയാം സ്വന്തം മക്കളും അഡോപ്റ്റ് ചെയ്ത മക്കളും ഒക്കെ എങ്ങനെയാണ് അനുസരിക്കുന്നതെന്ന്. ചില കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിരിക്കും, പക്ഷെ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളുടെ കൂട്ടായി വരത്തില്ല. സ്വഭാവങ്ങളല്ലേ, അഡോപ്റ്റ് ചെയ്യുന്നവരൊക്കെ ജനറ്റിക്കലായിട്ടുള്ള ഒരു നേച്ചറും കാണത്തില്ല. നമ്മുടെ സ്വാഭാവികമായ മക്കൾക്ക് മാത്രമേ ജനറ്റിക്കലായ നേച്ചർ അവരെ കുറേയൊക്കെ അനുകരിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. പക്ഷെ പുറമെ വേണമെങ്കിൽ ചിലതൊക്കെ ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷെ ഇവിടെ നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിലും മറ്റ് അഡോപ്ഷനിൽ അധികമായി ദൈവത്തിൻ്റെ ജനറ്റിക്കായുള്ള കുറേ ട്രേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് ദൈവത്തെ പോലെ നടക്കുവാൻ, ദൈവത്തിൻ്റെ പ്രിയമക്കളെ പോലെ നടക്കുവാൻ നമുക്ക് അതിനുള്ള റിസോഴ്സസും തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ് ഫറവോനെ. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ അല്ലേ, ഇസ്രായേൽ മക്കളെയൊക്കെ കഷ്ടപ്പെടുത്തിയൊക്കെ ചെയ്ത് ഫറവോനെ പോലെ അല്ല നമ്മുടെ ദൈവം. ഞങ്ങൾ റിസോഴ്സസ് കൊടുക്കാതെ നിങ്ങൾക്ക് ഞങ്ങൾ ഇനി വൈക്കോലൊന്നും തരത്തില്ല, നിങ്ങൾ പണ്ടുണ്ടാക്കുന്നത് പോലെ തന്നെ കട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഇല്ലേ, ഇഷ്ടിക ഉണ്ടാക്കണമെന്ന് പറയുന്ന പോലെ ഒന്നുമല്ല ദൈവം. നമ്മൾക്ക് വളരുവാൻ വേണ്ടി, നമ്മൾക്ക് വളരുവാൻ ആഗ്രഹമുള്ളതുപോലെ തന്നെ നമ്മളിൽ അതുപോലെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. റിസോഴ്സസ് തരാതെ നിങ്ങളിങ്ങനെ ആയിത്തീരണമെന്ന് പറയുന്ന ഒരു ദൈവമല്ല. ഫറവോനെ പോലെ കഠിനനായ ഒരു ദൈവമൊന്നുമല്ല. ദൈവം സൽഗുണപൂർണനാണ്. ദൈവം ഔദാര്യമായി തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അല്ലേ തരുവാൻ തക്കവണ്ണം ഒരു വിശാല ഹൃദയമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ എന്ത് ചോദിക്കുന്നു അതിന് അധികമായി തരുവാൻ. അത് നിങ്ങൾ ഭൗതിക കാര്യങ്ങളാണെങ്കിലും ശാരീരിക കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ആത്മീയ കാര്യങ്ങളാണെങ്കിലും എന്തും എടുത്തോ, അതെല്ലാം. പക്ഷേ
നമ്മൾ ഭൗതിക കാര്യങ്ങൾക്കും ശരീര കാര്യങ്ങൾക്കും മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളും ശരീര കാര്യങ്ങളും നാം വിട്ട് കളഞ്ഞാൽ പോലും വിട്ട് കളയാറുണ്ട്. വിട്ടുന്ന ചിലപ്പം പനിയൊക്കെ വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുമായിരിക്കും, ചിലപ്പോൾ അതുപോലും ഇല്ലായിരിക്കും. പക്ഷെ വിട്ട് കളഞ്ഞാൽ പോലും നമ്മെ മറക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അതെൻ്റെ അനുഭവമാണ്. അത് എല്ലാവരുടെയും അനുഭവമായി തീരണം. നമ്മുടെ എല്ലാം അനുഭവമായിരിക്കും അത്. നമ്മൾ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാണെങ്കിൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ദൈവം നമ്മുടെ ഭൗതിക കാര്യങ്ങളും നിവർത്തിക്കാൻ ദൈവം ശക്തനാണ്. കാരണം ഓൾമൈറ്റി ഗോഡാണ്, ഒംനീഷ്യനാണ് അല്ലെ. നമുക്കത് സർവശക്തനായ ദൈവം, സകല ഹൃദയങ്ങളെയും ആരായുന്ന ദൈവം അല്ലേ. നമ്മുടെ ഹൃദയത്തിലെ വിങ്ങലിനെ അറിയുന്ന ദൈവം, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, നമ്മൾ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി നൽകുവാൻ ശക്തനായ ദൈവം. മനുഷ്യരുടെ വാക്കുകൾ ചിലപ്പോൾ വ്യർത്ഥമാണ്, ദൈവത്തിൻ്റെ വാക്ക് വ്യർത്ഥവാക്കുകളല്ല. കൃപകളെയും കൃപാവരങ്ങളെയും കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്, മനുഷ്യരെ പോലെ വ്യർത്ഥവാക്കുകൾ പറയുന്ന ദൈവമല്ല, അനുദപിക്കുന്ന ദൈവമല്ല, താൻ പറഞ്ഞത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ, നാം ആ വചനം വിശ്വസിക്കുന്നുവോ, ആ വചനത്തിനനുസരിച്ച് ചെയ്യുവാൻ ദൈവം ശക്തനാണ്. മനുഷ്യനെ പോലെ മനുഷ്യൻ നിഴലിനനുസരിച്ച് മാറുന്നത് പോലെ ദൈവം നിഴലിനനുസരിച്ച് മാറുന്ന ഗതിഭേഗത്താലുള്ള ആച്ഛാദനമില്ലാത്തൊരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നാം ചോദിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സൽഗുണപൂർണരാകുവാൻ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. എനിക്ക് ജോലിയാണ്, എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് സമയമില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ ദൈവത്തോട്, കർത്താവേ എനിക്ക് സമയം തരണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും സമയം ദൈവം നിങ്ങൾക്ക് തരും. നമുക്ക് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയാത്ത കാര്യങ്ങളാണ് സമയമെന്നുള്ളതല്ലേ. പോയി തിരിച്ചു പിടിക്കാൻ ഒരു വിധത്തിലും കഴിയാത്തൊരു സംഭവമാണ് സമയം എന്നുള്ളത്. അതുകൊണ്ട് പോയ നാളുകൾ ഇനി വിഷമിക്കാതെ വരുന്ന നാളുകളിൽ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് നാം ആയിരിക്കുക. ദിവസങ്ങൾക്കും നാളുകൾക്കൊന്നും നമുക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ, നമ്മളുടെ ദൈവമക്കൾക്ക് അതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും പുതിയ വർഷത്തിൽ കർത്താവിനോട് യാചിക്കുക, കർത്താവെ അങ്ങയുടെ സന്നിധിയിലിരിക്കാൻ എനിക്ക് സമയം തരാം, എൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ട് എനിക്ക് സമയം ഇല്ല എന്ന് പറഞ്ഞ് കർത്താവിനെ പൂർണ്ണമായും കർത്താവിൻ്റെ കയ്യിൽ ആശ്രയിക്കാമെങ്കിൽ നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അധികം പരമായി നമ്മൾ ചെയ്യുവാൻ ദൈവം ശക്തനാണ്. ഓക്കെ, നാം ദൈവത്തെ അനുകരിക്കുമ്പോൾ എന്തുവായിത്തീരുക? നാം ലോകത്തിൽ നാം ദൈവത്തെ പ്രതിനിധീകരിക്കുകയാണ്, നാം ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജീവിക്കുന്നത് ദൈവത്തെ അറിയാത്ത, ദൈവമില്ലാത്ത ഒരു ജനതയുടെ നടുവിൽ നമുക്കറിയാം. ചുറ്റും നോക്കുമ്പോൾ ദൈവികമായ ഒരു സ്വഭാവങ്ങളും നമ്മൾ കാണുന്നില്ല. നമ്മുടെ വീടിന് പുറത്തോട്ട് ഇറങ്ങിയാൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നാം കാണുന്നില്ല ദൈവത്തെ അറ്റോൾ അല്ലേ. നമ്മൾ ദൈവമില്ലാത്ത ഒരു ജനതയുടെ നടുവിലാണ് ജീവിക്കുന്നത്. ആ ജനതയുടെ നടുവിൽ നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യണം. നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നവരായിരിക്കണം. അപ്പം നമ്മൾ 2 കൊരിന്ത്യർ 3:18 ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. നാം തേജസ്സിന്മേൽ മൂടുപടം നമ്മുടെ അവിടെ ഞാൻ വായിക്കാം, 2 കൊരിന്ത്യർ 3:18.
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തൊരു മുഖത്ത്, പണ്ട് മൂടുപടം ഇട്ട് വെച്ച അവസ്ഥയായിരുന്നു. ദൈവത്തെ കാണുവാൻ കഴിയാതെ നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് തിരശ്ശീല ഇട്ടിട്ടുണ്ടെങ്കിൽ തിരശ്ശീല മാറ്റി അതിനകത്തിരിക്കുന്ന സാധനം കാണത്തുള്ളൂ അല്ലേ. ഇവിടെ പാപത്താൽ നിറഞ്ഞ് മൂടുപടം, പാപമായിരുന്ന ആ മൂടുപടം നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് വിശുദ്ധനായ ദൈവത്തെ കാണുവാനായിട്ട് നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറന്ന് ആ അങ്ങനെ നമ്മൾക്ക് മൂടുപടം നീങ്ങിയ മുഖത്തെ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാ എല്ലാവരും കർത്താവാകുന്ന ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. അപ്പം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് അനുരൂപമായി നടക്കുവാൻ നമ്മെ സജ്ജരാക്കുന്നു, നമ്മെ എക്യുപ്പ് ചെയ്യുന്നു. അപ്പം ഇവിടെ പറയുന്ന നാം പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ നമ്മൾ പറയും നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ? ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നാം ദൈവത്തെ അനുകരിക്കുന്നത്? നമ്മൾ വചനത്തിലൂടെ ദൈവത്തെ അനുകരിക്കും, പക്ഷേ അതല്ലാതെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി. പുത്രനായ ദൈവം പിതാവായ ദൈവത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തി അപ്പോസ്തലന്മാർ കണ്ടു, അന്നുള്ളവരെല്ലാം കണ്ടു, അവർ നമുക്ക് എഴുതി തന്നു എങ്ങനെയാണെന്നല്ലേ. ആ വചനത്തിലൂടെ ക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ കാണുന്നത്, ദൈവത്തെ അനുകരിക്കുന്നത്. ഇവിടെ അടുത്ത വാക്യം എങ്ങനെയല്ലേ പറയുന്നത്? 5:2 ക്രിസ്തുവും. അപ്പം മാതൃക ക്രിസ്തു, ദൈവത്തെ അനുകരിച്ച് ദൈവത്തിൻ്റെ മാതൃകയായി ലോകത്തിൽ വന്ന് വെളിപ്പെട്ട ക്രിസ്തു. അപ്പം ക്രിസ്തുവും, ക്രിസ്തു മാതൃക, ദൈവത്തെ അനുകരിക്കാനുള്ള മാതൃക നമുക്ക് ക്രിസ്തുവാണ്. ദൈവത്തെ അനുകരിക്കണമെന്ന് പറയുമ്പോൾ ദൈവിക സ്വഭാവം നമ്മൾ വെളിപ്പെടണം. ദൈവം നമ്മെ മക്കളാക്കി തീർത്തു. നാം പ്രിയ മക്കളെന്ന പോലെ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായിട്ട് ദൈവത്തെ അനുകരിക്കണം. ആ മാതൃക നമുക്ക് കാണിച്ചു തന്നെ ക്രിസ്തുവാണ്. ക്രിസ്തുവും ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യരെ അനുകരിക്കുന്നതല്ല, ഈ ലോകത്തിലെ മനുഷ്യരല്ല നമ്മുടെ അളവുകോൽ, മാതൃക ക്രിസ്തുവാണ് നമ്മുടെ അളവുകൾ. അപ്പം ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അപ്പൊ ക്രിസ്തു നമുക്ക് മാതൃക, ദൈവത്തിൻ്റെ മാതൃകയായി തരുന്നത് എങ്ങനെയാണ്? തന്നെ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. അത് എങ്ങനെയാണ്? സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി സമർപ്പിച്ചു. അപ്പോൾ നാം മാതൃക, ദൈവത്തിന് നാം സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി നമ്മെ സമർപ്പിക്കുമ്പോഴാണ് നാം ദൈവത്തെ അനുകരിക്കുന്നത്. അപ്പം അവിടെ സ്നേഹത്തിൽ നടക്കാൻ പറയുന്നത്. അപ്പം നമ്മുടെ ആ എക്സാമ്പിൾ കർത്താവാണ്. ക്രിസ്തു നമുക്ക് തികഞ്ഞ മാതൃകയായി തീർന്നു. നമുക്കായി കാൽവറിയിൽ തൻ്റെ ജീവനെ തന്ന മാതൃക നമുക്കറിയാമല്ലോ. റോമാലേഖനം 5:6 വായിക്കാൻ എടുക്കുന്നില്ല, 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, എപ്പോഴാണ് ക്രിസ്തു നമ്മെ സ്നേഹിച്ചത്? എപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്? അവിടെ പറയുന്നുണ്ട്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് അവർ പറയുന്നു, ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ തുനിയുമായിരിക്കും, പക്ഷേ ക്രിസ്തു ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തുനിയും, പക്ഷെ നീതിമാന് വേണ്ടി മരിക്കുന്നത് ചുരുക്കമാണല്ലേ. അവിടെ പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നുണ്ട്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കും,
നമുക്ക് വേണ്ടി കരുതുന്നവരെ സ്നേഹിക്കും, നമ്മെ സഹായിക്കുന്നവരെ നാം സ്നേഹിക്കും. പക്ഷേ അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞിരിക്കും, നാം നമ്മെ എങ്ങനെ സ്നേഹിച്ചുവോ, ക്രിസ്തുവിൽ ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചുവോ, നമ്മെ സ്നേഹിച്ചത് നാം ഒന്നുമില്ലാത്തവരെ ദുഷ്ടരും പാപികളുമായിരുന്നപ്പോൾ, ദുഷ്ടരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെന്നല്ലേ കൊലോസ്യ ലേഖനം പറയുന്നത്. എഫേസ്യ ലേഖനം പറഞ്ഞ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു ജനതയെ അല്ലേ, ആ നരകത്തിൻ്റെ അതിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നവരെ അവിടുന്ന് വലിച്ചു കയറ്റി സ്വർഗത്തിലിരുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പം അങ്ങനെയുള്ളവരെ നാം ആ ഒരവസ്ഥയിൽ നിന്ന് നമ്മെ ദൈവം വീണ്ടെടുത്തു. ആ അങ്ങനെ മരിച്ചവർക്കു വേണ്ടി ജീവനെ നൽകാൻ വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു. എല്ലാവർക്കും, നമ്മൾ കൊരിന്ത്യലേഖനം പറയുന്നില്ലേ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചനായി തന്നെ ജീവിക്കേണ്ട അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു അല്ലേ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു, അവന് വേണ്ടി എല്ലാവരും ജീവിക്കണം. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് വേണ്ടി നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറയുന്ന, ഇപ്പം നമ്മൾ വലിയൊരു അപകടത്തിലായിരുന്നാൽ ഒരു മനുഷ്യൻ വന്ന് നമ്മളെ രക്ഷിച്ചു, ആരെങ്കിലും നമ്മെ രക്ഷിച്ചെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മെ മരണത്തിലേക്ക് കൊണ്ടുവന്ന ആ മനുഷ്യനെ നമ്മൾ ഓർക്കും അല്ലേ. അത് ഏത് മനുഷ്യനും ഓർക്കും. അത് ചിലർ പറയും ദൈവദൂതനെ പോലെ വന്നെന്ന് പറയും. പക്ഷേ അത് ഈ ലോകത്തിലെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതാ. പക്ഷെ ആ നിത്യമായ മരണത്തിൽ നിന്ന് നമ്മെ വിടുവെച്ച് സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ഒരാൾ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഒരാൾ നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തു. അവന് വേണ്ടി നാം ജീവിക്കുന്നവരായി തീർണം. അതുകൊണ്ടാണ് പറഞ്ഞ കർത്താവ് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ നിങ്ങളും കർത്താവിനെ അനുകരിപ്പീൻ. പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർന്നൊരവസ്ഥ, അത് ഹൃദയത്തിൽ എപ്പോഴും ഓർത്തിരിക്കണം. ഈ ലോകത്തിൽ നമുക്ക് എല്ലാം തരുന്നവരുണ്ടായിരിക്കാം, നാം അവരെ സ്നേഹിക്കും. പക്ഷേ അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നത്. നിത്യലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയൊരു ദൈവം നിത്യജീവനെ നമുക്ക് തന്നത് തൻ്റെ പുത്രനെ യാഗമാക്കിയ, അതിനുവേണ്ടി തൻ്റെ പുത്രനെ യാഗമാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന് മാത്രമല്ല, പുത്രൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് ആ മനുഷ്യ വേഷത്തിലായല്ലേ, ആ ക്രൂശിലെ മരണത്തോളം അനുസരണമായി തീർന്ന ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ടാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ മക്കൾ എന്ന പോലെ നാം ദൈവത്തെ അതെങ്ങനെയാ? ക്രിസ്തു സൗരഭ്യവാസനയായ വഴിപാടും യാഗവും എന്ന് പറയുമ്പോൾ വഴിപാട് നാം ദൈവത്തിന് കൊടുക്കുന്നത് എന്തും വഴിപാടാണ്. പക്ഷെ അതിനെ നമ്മൾ ഓഫറിങ് ആൻഡ് സാക്രിഫൈസസ്. പക്ഷെ യാഗമെന്ന് പറയുമ്പോൾ ജീവനെ തന്നെ കൊടുക്കുന്ന യാഗമെന്ന് പറയുമ്പോൾ മരണമാണ്. നാം ദൈവത്തിന് കൊടുക്കേണ്ടത് എന്താ? നമ്മുടെ ജീവനെയാണ് യാഗമായി ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. അപ്പം നമ്മുടെ മരണം നടക്കണം. നാം ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ നമ്മുടേതായതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കഴിയില്ല. ക്രിസ്തു തന്നെ ആയിരിക്കണം നമ്മിലെല്ലാം. അപ്പം അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാൻ തൻ്റെ പുത്രൻ കാൽവറിയിൽ യാഗമായി തീർന്നതുപോലെ, സൗരഭ്യവാസനയായതുപോലെ. എങ്ങനെയാ സൗരഭ്യവാസനയായത്? മരണം എങ്ങനെയാ സൗരഭ്യവാസനയാകുന്നത്? അനുസരണത്തിലൂടെയാണ് മരണം സൗരഭ്യവാസനയാകുന്നത്. എന്തുകൊണ്ട്? ഈ ലോകത്തിൻ്റെ ദുർഗന്ധങ്ങളിൽ ആടിരുന്ന മനുഷ്യൻ, നമുക്കറിയാം മരണമെന്ന് പറയുന്നത് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് അല്ലേ. ജീവൻ പോയി കഴിഞ്ഞാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന ദുർഗന്ധം. അതുകൊണ്ടല്ലേ നമ്മൾ ഫ്യൂണറലിനൊക്കെ പോകുമ്പോൾ ഡെഡ് ബോഡിക്കകത്ത് എന്നോ അവർ എല്ലാവരും ചെയ്യുന്നത് പെർഫ്യൂം പൂശു അല്ലേ, പെർഫ്യൂം അടിച്ച് മണക്കെടുത്തും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ദുർഗന്ധത്തിലായിരുന്നിട്ട് നമ്മെ മണപ്പിച്ചത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്നല്ലേ പറയുന്നത്. ഞങ്ങൾ ദൈവത്തിൻ്റെ, 1 കൊരിന്ത്യർ പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയാണ്. എന്താ? ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളെ തന്ന്, ദൈവത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ തന്ന്. ഇവിടെ ക്രിസ്തു നമുക്ക് സൗരഭ്യവാസനയായിത്തീർന്നത്
മരണമല്ലേലും അല്ലെങ്കിൽ യാഗമല്ലേലും അതെന്തുവാ, അത് അതിന് നല്ല സ്മെല്ലല്ല വരുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ യാഗമെന്ന് പറയുന്ന സൗരഭ്യവാസന ആയി തീർന്ന എന്തുകൊണ്ടാ? തന്നെത്താൻ ഒഴിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രസാദമായി തീരണമെന്നും ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ക്രിസ്തുവിൻ്റെ ആ ഒരു സ്നേഹത്താൽ അത് അൺകണ്ടീഷണൽ ആയിരുന്നു. നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ, നാം ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യരെ സ്നേഹിക്കുന്ന എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ പറയും നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ഓക്കെ, നമ്മളെല്ലാം ദാനം ചെയ്യുമെന്നൊക്കെ പറയെങ്കിലും, പക്ഷേ നമ്മൾ കൊടുത്തവർ നമ്മളെ ആ ഒരു നന്ദി കാണിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നവരാ അല്ലേ? പക്ഷേ നോക്കിയേ ദൈവം എങ്ങനെയാ, നമ്മൾ നന്ദിയുള്ളവരാണോ? എന്നിട്ടും നമുക്ക് വേണ്ടി അൺകണ്ടീഷണലായിട്ട് നാം എന്തായിരുന്നെന്നറിയാതെ, അതിനെ ഒന്നും ഓർക്കാതെ തന്നെത്താൻ നമുക്ക് വേണ്ടി അൺകണ്ടീഷണൽ ലവ്, അത് സൗരഭ്യവാസനയായി തീർന്നു. അപ്പം നമ്മൾ ഓർത്തേ, നമ്മൾ എന്തെങ്കിലും മനുഷ്യർക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഒരിക്കലും സൗരഭ്യവാസന ആയി തീരത്തില്ലെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്, പൗലോസ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ സൗരഭ്യവാസനയായി തീർന്ന്? അത് പൂർണ്ണമായിരുന്നു, അത് കംപ്ലീറ്റ് ആയിരുന്നു, ഏകവും പരവുമായി യാഗം. അതുകൊണ്ടല്ലേ പറയുന്നേ, ക്രിസ്തു ഒരിക്കലായി കഴിച്ച യാഗം, അതിനി വേറെ ആരും ഇനി ഒരു യാഗം കഴിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് സൗരഭ്യവാസനയായി തീർന്നു. അത് പെർഫെക്റ്റ് ആയിരുന്നു, അത് കാലസമ്പൂർണതയിൽ സംഭവിച്ചു. ദൈവത്തിൻ്റെ സമയത്ത് അതിനേക്കാൾ പെർഫെക്റ്റായ ഒരു യാഗവുമില്ല. നമ്മൾക്കറിയാം, പഴയ നിയമത്തിൽ യാഗങ്ങൾ കഴിച്ചുകൊണ്ടേയിരുന്നു, എന്നിട്ടും ഒന്നിനും പാപപരിഹാരം വരുത്താതിരുന്ന സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ അത് പെർഫെക്റ്റ്. അതിനി വേറെ ഒന്നുമില്ല, ഇതിനൂടെ ഇനി ആഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവിടെ പല യാഗങ്ങൾ പറഞ്ഞിട്ട് ഈ യാഗം അതിൻ്റെ കൂടെ കഴിക്കണം, പിന്നെ എന്തൊക്കെ യാഗമുണ്ട്, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, എല്ലാ യാഗങ്ങളുടെ പെരുപ്പമാണ് അല്ലേ? പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ യാഗങ്ങൾ തന്നെയാണ് ലേവ്യ പുസ്തകം മുഴുവനും കാണുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആകെ ഒരെണ്ണേ ഉള്ളൂ, അത് ക്രിസ്തുവിൻ്റെ യാഗം. അതിനോട് ആരും ആഡ് ചെയ്യേണ്ട, നമ്മുടെ പ്രവൃത്തികളും വേണ്ട, നമ്മുടെ യാഗവും അതിന് വേണ്ട. പക്ഷേ ഒരുവൻ യാഗം കഴിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ യാഗമാക്കി തീർക്കണം, നമ്മെ ഓക്കെ. അവിടെ ക്രിസ്തുവിൻ്റെ യാഗമെന്ന് പറയുന്നത് സൗരഭ്യവാസനയാകാൻ കാരണം അത് കംപ്ലീറ്റ് ആയിരുന്നു, അതിനോടുകൂടി ഇനി വന്നു, അത് പെർഫെക്റ്റ് ആയിരുന്നു, അത് അൺകണ്ടീഷണൽ ആയിരുന്നു, അത് ഡിവൈൻ ആയിരുന്നു, സ്വർഗീയമായിരുന്നു. സ്വർഗീയമായ സ്വർഗീയനായവൻ ഈ ഭൂമിയിൽ വന്ന് ഭൗമികനായി തീർന്നിട്ട് സ്വർഗീയമായി തൻ്റെ സ്വർഗീയൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് അത് സൗരഭ്യവാസനയായിരുന്നു, അത് കംപ്ലീറ്റ് ആയിരുന്നു, അത് പെർഫെക്റ്റ് ആയിരുന്നു, അത് അൺകണ്ടീഷണൽ ആയിരുന്നു, അത് ഡിവൈൻ ആയിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അത് കർത്താവിൻ്റെ യാഗം പ്രസാദകരമായി തീരുവാൻ ആയിത്തീർന്നെ. കർത്താവ് നമുക്ക് വേണ്ടി വഴിപാട്, ക്രിസ്തു സൗരഭ്യവാസിനിയായ ദൈവത്തിന് വഴിപാടും യാഗവുമായി, വഴിപാട് അർപ്പിക്കുന്നത് യാഗം മരണം അല്ലേ? അപ്പം നമ്മുടെ ജീവനെ അതുപോലെ നമ്മളും ആയിത്തീരണം. കർത്താവിനെ അനുകരിപ്പീൻ, സ്നേഹത്തിൽ നടപ്പിൻ, നാമും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയമായി അർപ്പിക്കുന്നതിലൂടെ ദൈവത്തിന് പ്രസാദകരമായി തീരും. ദൈവത്തിന് നമ്മെ അർപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക്, നമ്മൾ മക്കതോനിയ സഭകളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് അല്ലേ, അവര് കഷ്ടത എന്ന കഠിന ദാരിദ്ര്യത്തിലായിട്ടും വളരെ ആ സന്തോഷം, അവരുടെ മഹാസന്തോഷവും സന്തോഷ സമൃദ്ധിയും ഔദാര്യം അല്ലെ, മഹാദാരിദ്ര്യവും, കഷ്ടത എന്ന കണ്ണ ചോദ്യത്തിലായിരുന്നു അവിടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. എന്താ കാരണം? പൗലോസ് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ച പോലെ എന്നല്ല, അവർ പ്രാപ്തിക്ക് മീതെ കൊടുത്തു. അതിന് കാരണം എന്താ? അവർ ആദ്യം തങ്ങളെ തന്നെ
കർത്താവിനും പിന്നെ ദൈവഹിത പ്രകാരം ഞങ്ങൾക്കും ഏൽപ്പിച്ചു തന്നു എന്ന് പറഞ്ഞു. അപ്പം നാം ആദ്യം നമ്മെ ദൈവത്തിന് സമർപ്പിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞേ, ക്രിസ്തുവിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം ഇപ്പോഴും നമ്മൾ വേറെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പൂർണ്ണമായ സമർപ്പണം വരാൻ കഴിയാത്തത്. അപ്പം ക്രിസ്തുവിന് നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചാൽ മാത്രമേ റോമാലേഖനം 12:1-2 പൗലോസ് പറയുന്നത് പോലെ ആയിത്തീരത്തുള്ളൂ. എന്താ? ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക. കുറെ കാലമായി പറഞ്ഞത് കൊണ്ടൊന്ന് വാക്യം വായിച്ചേക്കാം, നമുക്കെല്ലാം കാണാൻ അറിയുന്നതാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പം പ്രസാദമുള്ള യാഗം ആയി സമർപ്പിക്കണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും അതുപോലെ രൂപാന്തരപ്പെടണം. അതുകൊണ്ടാണ് പറയുന്നത്, ശരീരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് താഴെ പറയുന്നത്. അതും വിശുദ്ധമായിരിക്കണം, മനസ്സും വിശുദ്ധമായിരിക്കണം. മനസ്സ് പുതുക്കി രൂപാന്തരം. താഴോട്ട് പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം. മനസ്സ് പുതുക്കണം. കാരണം മനസ്സിലിരിക്കുന്ന വേറെ സാധനങ്ങളെയൊക്കെ കളഞ്ഞിട്ടൊരു മനസാന്തരം വന്ന് മനസ്സ് പുതുക്കിയാൽ മാത്രമേ ശരീരവും പുതുക്കപ്പെടത്തുള്ളൂ. ശരീരമായി, കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വായി പ്രസ്താവിക്കുക. അകത്തത് മാറുമ്പം പുറത്തതിന് വ്യത്യാസം വരും. അകത്തത് മനുഷ്യൻ മാറിക്കഴിയുമ്പോൾ പുറത്തതും അതുപോലെ പ്രകടമാകാത്തതിനോ. കാരണം നമുക്ക് പലരെയും പലതും കണ്ട് അനുകരിക്കാം, പക്ഷേ അത് സ്വാഭാവികമായി തീരത്തുള്ള ജസ്റ്റ് ആ ഇമിറ്റേഷൻ മാത്രമായിരിക്കും. പക്ഷേ അത് സ്വാഭാവികമായി ആയിത്തീരണമെങ്കിൽ മനുഷ്യനും രൂപാന്തരപ്പെടണം. അകത്ത് മനുഷ്യൻ. അപ്പം എന്താ പറയുന്നത്? മനസ്സലിവ് ഓർപ്പിച്ചാ പറയുന്ന ദൈവ ആർദ്രതയോട് നിങ്ങളോട് അപേക്ഷിക്കുക. പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ എരിവോട് നിങ്ങളെക്കുറിച്ച് അറിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിച്ചു കൊടുക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിർമ്മലതയിലും ഏകാഗ്രതയിലും ആയിത്തീരണം. പലതുമുണ്ട് നമ്മളെ വശീകരിപ്പാൻ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവും ദൈവം നമ്മെക്കുറിച്ച് ഇപ്പോഴും ഭയപ്പെടുന്ന ഒരു കാര്യമായി. ഈ ലോകം അതിൻ്റെ വഷളതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വക്രതയും കോട്ടവുമുള്ള ഒരു ലോകത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് നാം അങ്ങനെയായി തീരരുത്. നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരണം. നാം ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ ഈ ലോകത്തിൽ പ്രകടമായി തീരണം, വെളിപ്പെടണം, പ്രകാശിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ നാം ബുദ്ധിയുള്ള ആരാധനയായി തീരണം. ശരീരവും മനസ്സും ഒരുപോലെ നാം രൂപാന്തരപ്പെട്ട സ്നേഹത്തിൽ നടക്കണം. ദൈവത്തിന് പ്രസാദമായ ഒരു ജീവിതം നാം നയിക്കണം. അപ്പം ഇവിടെ പറയുന്ന നടക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. 4-ാം അധ്യായം മുതൽ നമ്മളിങ്ങനെ പഠിച്ചു വരുന്നതാണ് ഡെയിലി വാക്ക്. അപ്പം ഡെയിലി വോക്ക്, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് അങ്ങനെ ആയിരിക്കണം. സ്നേഹജീവിതം നയിക്കുക. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ നിങ്ങളും നടക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പം 13-ാം അധ്യായം തൻ്റെ മരണത്തിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ്. അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അവിടെ പഴയ നിയമത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പം ക്രിസ്തു പറയുകയാണ്, മാതൃക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ. 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പറയുന്നുണ്ട്, അവൻ അവരെ അവസാനത്തോളം സ്നേഹിച്ചെന്ന്. മാത്രം സ്നേഹിക്കാമോ അത്രയും സ്നേഹിച്ച്. ഇനി അതിനേക്കാൾ വേറെ സ്നേഹം കൊടുക്കുവാനായിട്ടില്ല. അത്രത്തോളം അവരെ സ്നേഹിച്ചു കാണിച്ചു. ഒന്ന് വായിക്കാം 13:34. യോഹന്നാൻ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു.
കൽപ്പന തന്നു. പഴയ നിയമത്തിലും കൽപ്പനയുണ്ടായിരുന്നു, പക്ഷേ അവിടെ ആരും കാണിച്ചില്ല. ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ അത് കണ്ടു. അതുകൊണ്ടാണ് യോഹന്നാനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ ലേഖനം മുഴുവനും സ്നേഹം തന്നെയാണ്, അല്ലേ? പ്രിയ മക്കൾ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നല്ലേ, നിങ്ങളെ സ്നേഹത്തിൽ നടപ്പീൻ. ഇവിടെ ആം, യോഹന്നാൻ പറയുന്നു, കർത്താവ് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് കാണിച്ചു കൊടുത്ത മാതൃക പൗലോസും പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ, അതുപോലെ തന്നെ ഞങ്ങൾ കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും അനുകരിപ്പീൻ. കർത്താവ് മാതൃക കാണിച്ചു തന്നു, അപ്പോസ്തലന്മാർ മാതൃക കാണിച്ചു തന്നു, നമ്മുടെ പൂർവ്വപിതാക്കൾ നമുക്ക് മാതൃക കാണിച്ചു തന്നു. അതുപോലെ നടക്കണം. അവസാനത്തോളം അവരെ സ്നേഹിച്ച ക്രിസ്തു അവർക്ക് സ്നേഹിക്കണമെന്നൊരു തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു കൽപ്പന കൊടുത്തു. നമുക്ക് 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വരുവാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, എങ്ങനെയാ സ്നേഹം കാണിക്കേണ്ടത്? പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. ഉള്ളിൽ ആ മാനസാന്തരത്തിൻ്റെ അവസ്ഥ നമ്മുടെ പ്രവൃത്തിയിൽ വരണം. വായിക്കാം. 1 യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്തു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തല്ലേ, നമ്മെ സ്നേഹിച്ച ദൈവം. ഇവിടെ പറയുന്നു, അവൻ 3:16, 1 യോഹന്നാൻ 3:16, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി എന്തോ ചെയ്യണം? പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരനോട് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? യാക്കോബ് പറഞ്ഞതുപോലെ, നിനക്ക് തണുപ്പ് ഉണ്ടെങ്കിൽ നീ പോയി തീ കാഞ്ഞോന്ന് പറയും, പക്ഷെ അവന് ആവശ്യമുള്ളതൊന്നും കൊടുക്കില്ല, അല്ലേ? അവിടെ പറയുന്നു, 3:18 ഇവിടെ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. എന്താ? നാം വാക്കിനാലും, യാക്കോബിൻ്റെ ലേഖനം കൂടെ ഒന്നും ഓർത്താലേ, നമ്മൾ വാക്കിലല്ല പ്രവൃത്തിയിൽ. അങ്ങനെയാണെങ്കിൽ വിശ്വാസം നമ്മുടെ ചത്തവിശ്വാസമാണ്. അപ്പം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സേവിക്കുക. അപ്പം നമ്മെ ദൈവം മക്കളാക്കി തീർത്ത് കർത്താവിൻ്റെ ട്രേഡ്സ് ഒക്കെ തന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ തന്ന് ദൈവത്തെ അനുകരിക്കാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ദൈവത്തെ അനുകരിക്കുക എന്നുള്ളത്. 1 യോഹന്നാൻ 4:7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ 7, 8 പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അതുകൂടെ വായിച്ചു പോകാം. 4:7, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. അപ്പം ആ ദൈവത്തെ അനുകരിക്കണം. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവം നമ്മെ ജനിപ്പിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, എഫേസ്യ ലേഖനം 2:10 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നാം ദൈവത്തിൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പം നമ്മൾ പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ മാതൃകയാക്കണമെന്നുള്ളത് അത് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നതാണ്. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ തൻ്റെ പുസ്തകങ്ങൾ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം ദൈവത്തിങ്കിലേക്ക് വരുവാൻ കഴിയില്ല. ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നമ്മുടെ പ്രവൃത്തികളൊന്നും രക്ഷയ്ക്ക് കാരണമാകില്ല എങ്കിൽ ഇല്ല. പക്ഷെ എങ്കിലും നാം നമ്മളെ രക്ഷ കഴിഞ്ഞ് നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. പ്രവൃത്തികളാൽ രക്ഷ സാധ്യമല്ല, പക്ഷെ രക്ഷിക്കപ്പെട്ടവർക്ക് പ്രവൃത്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കാനല്ല പറയുന്നത്, നിങ്ങളുടെ രക്ഷ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവീൻ. അപ്പം നിങ്ങളിലുണ്ടായ സാൽവേഷൻ അത് നമ്മളെ
പ്രവൃത്തിയിൽ കാണണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തി രക്ഷയ്ക്ക് കാരണമല്ല, പക്ഷെ രക്ഷ രക്ഷ അനുഭവിച്ചവർ അല്ല, രക്ഷിക്കപ്പെട്ടവർ പ്രവൃത്തിയുള്ളവരായി തീരണം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുകയും ക്രിസ്തുവും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്ത് നടപ്പീൻ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. എനിക്ക് ഒന്ന് കുറച്ച് സമയങ്ങളുണ്ടല്ലോ. ഓക്കെ, മൂന്നാമത്തെ വാക്യം, അനുകരിക്കേണ്ട മാതൃക. ദൈവത്തെ അനുകരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ മാതൃക നമ്മൾ വചനത്തിലൂടെയാണ്. അത് നമ്മൾ പ്രിയ മക്കളാണ്. അതുകൊണ്ട് നാം അനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥപ്പെട്ടവരാണ്. അതിനുവേണ്ടിയുള്ള റിസോഴ്സസ് ദൈവം നമുക്ക് തരും. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൽ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ക്രിസ്തു വെളിപ്പെടുവാനായിട്ടിടയായതും അത് നാം ദൈവത്തെ അനുകരിക്കുകയാണ്. ഓക്കെ, 5:3 ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർപ്പറക പോലും അരുതേ. അപ്പം 3ഉം 4ഉം വാക്യങ്ങളിൽ പറയുന്നത് ലൈംഗികമായ പാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് വിശുദ്ധന്മാരോട് അവിടെ ആഹ്വാനം ചെയ്യുന്നത്. മുകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലേ, ഇവിടെ നോക്കുമ്പോൾ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനും എതിരായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം വിശ്വാസികളിൽ പേർപറക പോലും അരുതേ. ദൈവ മക്കളിൽ പേർപറക പോലും അരുതേ. ഒന്ന് ചെറിയതായിട്ടൊന്ന് പറയാം. ദുർനടപ്പ് എന്തൊക്കെയാ വേണ്ടാത്തത്? ദുർനടപ്പ്, യാതൊരു അശുദ്ധി, അത്യാഗ്രഹം. ദുർനടപ്പ് നമുക്കറിയാം, ഫോണിക്കേഷൻ. ദുർനടപ്പും വ്യഭിചാരവും ഒക്കെ വിവാഹിതരല്ലാത്തവർ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. ഇതെല്ലാം ലൈംഗിക പാപങ്ങളാണ്. അശുദ്ധി. രണ്ടാമത്തെ അൺക്ലെൻലിനെസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാന്മിക പ്രവർത്തനങ്ങൾ, ശരിയല്ലാത്ത സ്വഭാവ വിശേഷങ്ങൾ, അശ്ലീകരമായ പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുക, അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ പോയി അത് സെർച്ച് ചെയ്യുക. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിന് വിപരീതമായതാണ്. അപ്പം വിശുദ്ധമല്ലാത്ത എല്ലാ സ്വഭാവ വിശേഷങ്ങളും, നമ്മൾ അശ്ലീകരമായ പുസ്തകങ്ങൾ വായിക്കരുത്, ദൈവത്തിൻ്റെ വചനവും വായിക്കണം. അങ്ങനെയുള്ള ചിത്രങ്ങൾ, നമുക്കറിയാം ജഡ സ്വഭാവങ്ങൾ, നമ്മൾ അതിലേക്കുള്ള ചിന്ത മനസ്സിലേക്ക് കാണുമ്പോൾ അതിലോട്ട് ആദ്യം നോക്കാൻ പോകുന്നത്. കാരണം നമുക്ക് നല്ല കുറേ ചിത്രങ്ങൾ കണ്ടിട്ട് അതിനകത്തൊരു പന്ന ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിലോട്ടാണ് കാണാൻ എല്ലാവരുടെയും പോകുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ളൊന്നും നോക്കരുത്. അവനെ പക്ഷെ അതൊന്നും നമ്മുടെ മനസ്സിലങ്ങ് വെച്ചേക്കരുത്. അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണരുത്, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കരുത്, അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് വിസിറ്റ് ചെയ്യരുത്. ഇതെല്ലാം ദൈവത്തിൻ്റെ അശുദ്ധിയാണ്. അശുദ്ധി എന്ന ദൈവം കണക്കാക്കിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. അത് പാപമാണ്. ദൈവത്തിൻ്റെ ഹോളി സ്റ്റാൻഡേർഡിന് വിപരീതമായിട്ടുള്ളതാണ്. അത് കോൺട്രാസ്റ്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ അത്യാഗ്രഹം. നമ്മൾ അത്യാഗ്രഹം എന്ന് സാധാരണ പറയുമ്പം ഈ സാധനങ്ങളെ കുറിച്ചുള്ള അത്യാഗ്രഹത പറയുന്നതല്ലേ, എനിക്ക് അത് വേണം ഇത് വേണം, അല്ലെങ്കിൽ മദ്യവ്യാഗ്രഹം, അതിനെയൊക്കെ നമ്മൾ അത്യാഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അതിനല്ല പറഞ്ഞേക്കുന്നത്. പണത്തോടുള്ള ആഗ്രഹത്തെക്കുറിച്ചൊന്നല്ല പറഞ്ഞത്. ഇത് പറയുന്നത് അതിർത്തിക്കപ്പുറത്തെ കാമവികാരങ്ങൾ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ആഗ്രഹം, ഒരു ഗ്രീഡിനെസ്സിനെയാണ് ഇത് പറയുന്നത്, ഇവിടെ പറയുന്നത്. അപ്പം അശുദ്ധി, ദുർനടപ്പ്, അത്യാഗ്രഹം എന്നൊക്കെ പറയുമ്പം പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് അല്ലേ. അവിശുദ്ധമായ ലൈംഗികമായ താല്പര്യങ്ങൾ അവിടെ പറയുന്ന പൗലോസ് പറയുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊന്നും ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ അല്ല വിശുദ്ധന്മാരുടെ ഇടയിൽ കാണല്ലേ. നമുക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കൊരിന്ത് സഭയിൽ ദുർനടപ്പ്, ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ട് ദുർനടപ്പുണ്ടായിരുന്നു അവിടെ കേട്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ ഇടയിൽ
പേർ പറക പോലും അരുതേ. അതല്ല വിശുദ്ധന്മാർക്ക് ഉചിതം. അവിടെ അത് എന്താ? സാത്താന്റെ തന്ത്രങ്ങളാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കൊണ്ട് പോകാനുള്ള സാത്താന്റെ തന്ത്രങ്ങൾ നാം കുടുങ്ങിപ്പോകാനായിട്ട് ഇടയായി തീരരുത്. അപ്പം ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ മക്കളെ അകറ്റിക്കളവാനുള്ള സകല തന്ത്രങ്ങളും സാത്താൻ ഉപയോഗിക്കുന്നു. നമ്മളൊന്നും അങ്ങനെ ചെയ്യരുത്. ഇമ്മോറലായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള പാപങ്ങൾക്കൊക്കെ അധീനരാണ്. ദൈവമില്ലാത്തവരുടെ ഇടയിൽ നടക്കുന്ന പ്രവൃത്തികളുടെയൊക്കെ തന്നെയാണ്. അപ്പം അത് നിങ്ങളുടെ ഇടയിൽ പേർപലക പോലും അരുത്. കാരണം എന്താ? നിങ്ങൾ പ്രിയ മക്കളാണ്. പ്രിയ മക്കളായിട്ട് ദൈവത്തെ അനുസരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ആ കാര്യങ്ങളൊന്നും പേർപറക പോലും ആകരുത്. അപ്പം പിന്നെ 4 ഞാനങ്ങ് പറഞ്ഞു പോകാം. അങ്ങനെയാണെന്ന് പെട്ടെന്ന് പറയാമെന്നേ ഉള്ളൂ. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്കുചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും വരുത്. എന്താ പിന്നെ വേണ്ടത്? സ്തോത്രം അത്രേ വേണ്ടേ. അപ്പം വിശുദ്ധന്മാർക്ക് ഉചിതം എന്താ? ഇതൊന്നും അല്ല. ചീത്തത്തരം, പൊട്ടത്തയോ, കളിവാക്കൊന്നും അല്ല. സ്തോത്രം അത്രേ ഉചിതം. വിശുദ്ധന്മാരെന്ന് പറയുന്ന ഈ ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്ന് ദൈവം പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തനിക്ക് വേണ്ടി ഒരു ജനതയെ വേർതിരിച്ചു. വിശുദ്ധന്മാർ. അപ്പം വിശുദ്ധന്മാർ എങ്ങനെയായിരിക്കണം? വിശുദ്ധിയോടെ ജീവിക്കുന്ന വിശ്വാസികളാണ് വിശുദ്ധന്മാരെന്നുള്ളത്. അപ്പം വിശുദ്ധിയോടെ എല്ലാവരും ക്രിസ്ത്യാനികളെന്നും വിശ്വാസികളെന്നും പേര് പറയുന്നവരുണ്ടെങ്കിലും വിശുദ്ധന്മാരാരാണ്? വിശുദ്ധിയോടെ ജീവിക്കുന്ന വിശ്വാസികളാണ് വിശുദ്ധന്മാർ. അപ്പം ദുഷ്ടലോകത്ത് നിന്ന് നമ്മെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മെ വിശുദ്ധരാക്കി തീർത്താണ്. അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മുടെ പ്രവൃത്തി മൂലം അല്ലാതെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മെ അവന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അപ്പം വിശുദ്ധന്മാർക്ക് ഉചിതമാവണ്ണം നാം നടക്കണം. വേർതിരിക്കപ്പെട്ടവർക്ക് ഉചിതമാവണ്ണം നടക്കണം. അപ്പം വിശുദ്ധന്മാർക്ക് ഉചിതമെന്ന് നമുക്കറിയാം, വചനത്തിൽ കാണുന്നുണ്ടല്ലേ. വക്രതയും ഞാൻ മുമ്പേ പറഞ്ഞു, വക്രതയും കോട്ടമുള്ള ഒരു ലോകത്തിന്റെ നടുവിൽ നമ്മൾ അനിന്യരായ പരമാർത്ഥികളായ ദൈവത്തിന്റെ നിഷ്കള മക്കളായി നടക്കണം. അവിടെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകരെ പോലെ പ്രമാണിക്കണമെന്ന് ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എഫേസ്യ ലേഖനം 4:29 പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം? ഇവിടെ പറഞ്ഞു ചീത്തത്തരം പൊട്ടത്തിൽ ഒന്നും അരുതേ. പിന്നെ എങ്ങനെയായിരിക്കണം? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പൊ സ്തോത്രം അത്രയെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം നമ്മുടെ വാക്കിലാൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയില്ല. അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. ദൂഷണവും സഗുണവുമായി നമ്മെ വിട്ടുപോകട്ടെ എന്ന് പറയുന്നത് എല്ലാം നമ്മെ വിട്ടുപോകണം. നാം ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡിലായിരിക്കണം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇതൊന്നും വിശുദ്ധന്മാർക്ക് ചേർച്ചയുള്ളവരല്ല. അവിടെ ചീത്തത്തരം ഞാനൊന്ന് പറഞ്ഞു പോകാം. ചീത്തത്തരം എന്ന് പറയുന്നത് മ്ലേച്ഛകരമായ ഫിൽത്തിനെസ്, മ്ലേച്ഛകരമായ കഥകൾ, ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ, അശ്ലീലവും മാന്യവുമല്ലാത്ത ഏത് സംസാരങ്ങളും ചീത്തത്തരം, ഫിൽത്തിനെസ്. ഇനി കളിവാക്കെന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ പറയുന്ന സില്ലി ടോക്ക്, ഫൂളിഷ് ടോക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ നിഗൂഢാർത്ഥങ്ങൾ എന്താ പറയുന്നത്, ഗൂഢമായിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ ഉൾപ്പെടെ. ചിലവരുണ്ടല്ലോ ഒന്ന് സംസാരിക്കുമ്പോൾ വേറെ അർത്ഥം വെച്ചായിരിക്കും സംസാരിക്കുന്നത്, അങ്ങനെയുള്ള. അപ്പം പാപത്തെക്കുറിച്ചുള്ള തമാശകൾ പറയുക, ഒളി അർത്ഥങ്ങൾ, ഇങ്ങനെയൊന്നും നമ്മുടെ വാക്കുകൾ അരുത്. വിശുദ്ധന്മാർക്ക് അതൊന്നും യോജ്യമല്ല. വിശുദ്ധരായിരിക്കണം. വിശുദ്ധമായ വാക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വരണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. ഓക്കെ. പൊട്ടച്ചോൾ, ശൂന്യമായ സംസാരങ്ങൾ എന്ന് വെച്ചാൽ തെരുവ് ഭാഷ, ഒരു പ്രയോജനമില്ലാത്ത സ്ട്രീറ്റ് ടോക്സ്. നമ്മുടെ നാവിനെയൊന്നും ആ വാക്കുകൾക്കൊന്നും നാം വിട്ടുകളയരുത്. എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം. ബുദ്ധിശൂന്യവും പാഴുമായ വാക്കുകളെയൊക്കെ ഒഴിവാക്കി അതിന് പകരം ദൈവികമായ സ്വഭാവങ്ങളും വാക്കുകളും നമ്മളുണ്ടാവണം. കാരണം ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദകരമായി തീരുകയുള്ളൂ. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവർ. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വേണം മുഖസ്തുതിയും. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ നിങ്ങളുടെ പ്രയോഗിച്ചിട്ടില്ല. ആരോടാ പറഞ്ഞത്? തെസ്സലോനിക്കരോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതൊന്നും നമുക്ക് കൊള്ളത്തില്ല. നമ്മൾക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ മനുഷ്യർക്ക്
അത് ഓർക്കണം. മനുഷ്യരെ പ്രസാദിക്കുന്നവരും ദൈവത്തിന് കൊള്ളാവുന്നവരല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ആയിരിക്കണം. അപ്പം ദൈവം നമുക്ക് ക്രിസ്തു മാതൃകയായി തീർന്നു. ദൈവം നമ്മുടെ മാതൃകയാണ്. നമ്മെ വിളിച്ചിരിക്കുന്ന വിശുദ്ധന് യോഗ്യമാമണ്ണം എല്ലാ നടപ്പിലും നാം വിശുദ്ധനാകണം. അവിടെ കർത്താവ് പറയുന്നുണ്ട്, തെസ്സലോനിക്കയിലെ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിന് പഴയ നിയമത്തിലെ ഉദ്ധരണി എടുത്തിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് പറയുന്നു. വായിച്ചു പോകാം, അത് മാത്രം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 തെസ്സലോനിക്കർ 4:3 മുതലുള്ള വാക്യങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ തൻ്റെ പാത്രത്തെ നോക്കിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചെയ്യരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. അപ്പം മനുഷ്യരെ സന്തോഷിപ്പിക്കുമായിരിക്കാം, പക്ഷേ വിധിക്കുന്നത് ദൈവം. മനുഷ്യരല്ല വിധിക്കുന്ന, നമ്മെ വിധിക്കുന്ന ദൈവമാണ് വിധിക്കുക. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എങ്കിൽ ഞാൻ എന്നെ വിധിക്കുന്ന കർത്താവാണ്. ഞാനത് നീതിമാനൊന്നുമല്ല, കാരണം എന്നെ വിധിക്കുക എനിക്കൊരു ബോധവും ഇല്ല, പക്ഷേ എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം 4:7 ഇവിടെ 1 തെസ്സലോനിക്കർ, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനകത്തെ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്ന മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ അത്രേ ദൂഷിക്കുന്നു. അപ്പം നമ്മൾ കള്ളവാക്കോ ചീത്തത്തരം മുട്ടത്തരം ഒക്കെ പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ ദൂഷിക്കുകയാണ്. ദൈവത്തിന് പ്രസാദകരമായുള്ള അല്ലേ? 2 തെസ്സലോനിക്കർ 2:13, 14, 15 കൊണ്ട് വായിക്കാം. ഞങ്ങളോ കർത്താവിന് പ്രിയന്മാരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞത് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. കർത്താവായ ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനാണ് ദൈവം നമ്മെ സുവിശേഷത്താൽ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരായി ജീവിച്ചാൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായി തീരും. ആകയാൽ നാം ദൈവത്തെ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുസരിക്കണം. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നാം ദൈവത്തെ സ്നേഹത്തിൽ നടപ്പിനല്ലേ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധമായതൊന്നും വരികയില്ല. ആ അശുദ്ധിയൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് കഴിയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അശുദ്ധിയുള്ള ഒന്നും പുറപ്പെടുകയില്ല. അശുദ്ധമായ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ഇതെല്ലാം ത്യജിച്ച് കളഞ്ഞ് ക്രിസ്തുവിനെ ഉള്ളിൽ നിറയ്ക്കുക, ക്രിസ്തുവിൻ്റെ വചനം ഉള്ളിൽ നിറയ്ക്കുക, ഹൃദയം നിറച്ച് അതിലൂടെ നാം ക്രിസ്തുവിനെ അനുകരിക്കുക. ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. കൃപയോടുകൂടി ഉപ്പിന് രുചി വരുത്തുന്ന വാക്കുകളാൽ നമുക്ക് ജീവിതത്തിൽ ജീവിപ്പാൻ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ മാത്രമല്ല നമ്മുടെ പ്രവൃത്തികളും ക്രിസ്തുവിനെ അനുഗ്രഹിക്കുന്നതായി തീരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.